ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ പിന്നാലെ തന്നെ അമ്മയും നിത്യയും ശരവണനും ഉണ്ടായിരുന്നു. അറ്റൻഡന്റുമാർ ജീവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. അവരിൽ നിന്നും രക്ഷപ്പെടാൻ ജീവൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് ജീവൻ മുന്നോട്ടേക്ക് പോകുന്നു. ഒരു ഭ്രാന്തനെ പോലെ തന്നെ ഓടിപ്പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആരെയൊക്കെയോ കൊല്ലാൻ ശ്രമിക്കുന്നു. ആരുടെയൊക്കെയോ കഴുത്തിന് ഞെരിക്കുന്നുണ്ട്. എന്നാൽ അറ്റൻഡർമാർ വീണ്ടും ജീവനെ പിടിച്ചു വെക്കുന്നുണ്ട്. കണ്ണിൽ കണ്ടവരൊക്കെ ചവിട്ടാനും ശ്രമിക്കുന്നുണ്ട്. അവരെ ഉപദ്രവിച്ച് വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ അറ്റൻഡന്റുമാർ ജീവനെ പിടിച്ചു വെക്കുന്നുണ്ട്. ജീവൻ അതിനിടയിൽ വിളിച്ചു പറയുന്നു, ഞാൻ ഇതിനകത്ത് കിടന്ന് ചാകില്ല, എന്നെങ്കിലും ഒരു നാൾ ഞാൻ പുറത്തു വരും. അന്ന് ഇവളെ മാത്രമല്ല എല്ലാത്തിനെയും ഞാൻ കൊല്ലും, നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. നിത്യയെ നിന്നെ ഞാൻ വന്നിട്ട് അവസാനിപ്പിക്കൂടെ, നിന്നെ ഞാൻ കൊല്ലും എന്ന് ജീവൻ നിത്യയോട് വിളിച്ചു പറയുന്നു. പിന്നെ അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ജീവനെ പിടിച്ചുകൊണ്ടു പോകുമ്പോഴും പിന്നെയും ജീവൻ വിളിച്ചു പറയുന്നു, കൊല്ലുവടി കൊല്ലും, അവളെ ഞാൻ കൊന്നിരിക്കും. ഇത് കേട്ട് പേടിച്ച് കരയുകയാണ് സുജാത, അതുപോലെ നിത്യയും. ജീവനെ ഓർത്ത് ജീവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സുജാത. ശേഷം കാണിക്കുന്നത് ശിവാനന്ദന്റെ വീട്ടിൽ. ശിവാനന്ദന്റെ ഭാര്യ ചന്ദ്രിക പെട്ടെന്ന് ശിവന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ശിവേട്ട ഒന്ന് എണീറ്റേ. പെട്ടെന്ന് വളരെ വെപ്രാളത്തോടെയാണ് വന്ന് പറയുന്നത്. എന്താ എന്ന് ശിവാനന്ദൻ ചോദിക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ശിവേട്ട റൂമിൽ നിത്യയില്ല. ഇത് കേട്ട് ചാടി എണീച്ചിട്ട് ശിവാനന്ദൻ ചോദിക്കുന്നു, എന്താ നീ പറയുന്നത്, അവൾ എവിടെ പോവാനാ? നിത്യയെന്ന് വിളിച്ചുകൊണ്ട് ശിവാനന്ദൻ അവിടേക്ക് വരുന്നു. സുധിയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. സുധിയോടും ശിവാനന്ദൻ പറയുന്നു നിത്യയെ കാണാനില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി നിത്യയെ അന്വേഷിക്കുന്നുണ്ട്. രാത്രിയിൽ റോഡിലൊക്കെ അന്വേഷിക്കുകയാണ് ശിവാനന്ദൻ. സുധിയാണെങ്കിൽ വീട് മുഴുവനും മരിച്ചു പിറക്കി. എല്ലാവരും നോക്കുന്നു. ഉറങ്ങിയോ ഇല്ലയോന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുറിയിലേക്ക് ചെന്നത്. അപ്പോഴാണ് എന്ന് ചന്ദ്രിക. അച്ഛാ, നിത്യേച്ചി എവിടെ പോയതായിരിക്കും എന്ന് സുധി പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നുണ്ട്, നീ ആ ഫോൺ ഇങ്ങോട്ട് എടുത്തോട്ട് വന്നേ, സുജാതയെ ഒന്ന് വിളിച്ചു നോക്കാം, അവൾ അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടും പോവില്ല. അച്ഛാ, ചേച്ചി അബദ്ധം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവുമോ എന്ന് സുധി പറയുമ്പോൾ, നീ ഒന്ന് മിണ്ടാതിരുന്നേ, അബദ്ധം കാണിക്കും പോലും എന്നൊക്കെ ശിവാനന്ദൻ. അച്ഛാ, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് സുധി. ആദ്യം നിത്യ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറഞ്ഞ് ശിവാനന്ദൻ സുധിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അങ്ങനെ സുധി ഇപ്പോൾ സുജാതയെ വിളിച്ചു നോക്കുകയാണ്. ഫോൺ എടുക്കുന്നില്ല. സുജാതയെ വിളിക്കാൻ പറയുന്നു. സുജാതയും വിളിച്ചിട്ട് കേൾക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കുന്ന ചന്ദ്രിക. ദൈവമേ, ഏട്ടൻ അവളെ എന്നെ ഏൽപ്പിച്ചാണ് പോയതല്ലോ എന്നൊക്കെ ഇങ്ങനെ ശിവാനന്ദൻ ടെൻഷനോടെ പറയുന്നുണ്ട്. അങ്ങനെ സുധിയും ശിവാനന്ദനും കൂടി നിത്യ അന്വേഷിച്ച് പോകാൻ തുടങ്ങുന്നു. ഇതേസമയം വീട്ടിലെത്തിയിരിക്കുകയാണ് സുജാതയും നിത്യയുമൊക്കെ. ജ്യോതി അവരോട് പറയുന്നു, അമ്മേ, ഏട്ടനെ അവിടെ വിട്ടിട്ട് പോരുണ്ടായിരുന്നമ്മേ. വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ട് അമ്മേ എന്ന് നിത്യ. എന്നിട്ട് നിങ്ങളെ ആരെയാ ഇനി കുരുതി കൊടുക്കേണ്ടത്, പറ മോളെ. അവന്റെ ബോധമില്ലാത്ത മനസ്സ് നിന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ ആരെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് നീ പോയേ പറ്റൂ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അമ്മയെ വിട്ട് ഞാൻ പോകാനോ? ആരെയും വിട്ട് പോകുന്നില്ല, നമ്മൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ എന്ന് സുജാത. തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ജീവൻ എന്തെങ്കിലും കാരണവശാൽ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയാൽ നമ്മളിൽ ആരൊക്കെ ബാക്കിയുണ്ടാകും എന്നറിയില്ല. നമുക്ക് പോണം മക്കളെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. ശരവണ, കൈ കിട്ടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാരിയെടുത്തോ. ജ്യോതി ചെല്ലുമോളെ എന്നൊക്കെ പറഞ്ഞ് സുജാത ഇപ്പോൾ വ്യക്തമായ ഒരു പ്ലാനിൽ തന്നെയാണ്. എങ്ങനെയും ഇവിടുന്ന് എല്ലാവരും കൂടി രക്ഷപ്പെടാൻ തന്നെയാണ് നോക്കുന്നത്. കാരണം ജീവൻ വന്നാൽ എന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും കൊല്ലുമെന്നറിയാം. ഇതേസമയം കാണിക്കുന്നത് ജീവനെയാണ്. ജീവൻ ട്രീറ്റ്മെന്റിലാണ്. ജീവൻ അവിടെ കിടന്ന് ഭയങ്കരമായ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നു, ഇനി മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഷോക്ക് കൊടുത്തേക്ക്. 2-3 അറ്റൻഡന്റുമാരും സിസ്റ്റർമാരും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി പിടിച്ചു വെച്ചിരിക്കുന്നു. എന്നാലും ജീവൻ ഒരു രക്ഷയുമില്ല. ജീവൻ വല്ലാത്ത ബഹളം തന്നെ. ഒടുവിൽ ഷോക്ക് കൊടുക്കുകയാണ്. ബോധമില്ലാത്ത അവസ്ഥയിൽ ജീവൻ കിടക്കുന്നു. ഇതേസമയം ബാഗിലെല്ലാം കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് സുജാത. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു, നമ്മൾ എങ്ങോട്ടാണ് അമ്മേ പോകുന്നത് എന്ന്. എനിക്കറിയില്ല, ഇനിയിപ്പോൾ ഈ നാട്ടിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് സുജാത. അമ്മേ, അച്ഛനോട് ചോദിക്കേണ്ടതെന്ന് ജ്യോതി ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, ആദ്യം ഇവിടെ നിന്ന് പോകണം, അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചോളാം. എടുക്കാനുള്ളത് പെട്ടെന്ന് എടുത്തു വെച്ച് ഇറങ്ങിക്കോണം, പെട്ടെന്ന് വേണം എന്ന് പറയുന്നു. മേഡം, ഈ വീട് വിട്ട് നിങ്ങൾ എന്നൊക്കെ ശരവണൻ സങ്കടത്തോടെ പറയുമ്പോൾ സുജാത പറയുന്നു, മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വീടിനെ വല്ലാണ്ട് പേടിപ്പിക്കുകയാണ്. ഓർക്കാൻ ഇഷ്ടമുള്ളതൊന്നും ഈ വീടിനകത്തില്ലല്ലോ. പോയേ പറ്റൂ. നിങ്ങൾ പോയി റെഡിയാകുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശരവണനും റെഡിയാകാനായി പോകുന്നു.
ടെൻഷനോടെ പരസ്പരം ജ്യോതിയും നിത്യയും നോക്കുന്നു. ചെല്ലിപ്പോൾ വേഗം എനിക്ക് സുജാത പറയുമ്പോൾ അങ്ങനെ അവരും റെഡിയാക്കാനായി പോകുന്നു. കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് ബാഗിൽ പാക്ക് ചെയ്യുകയാണ് സുജാത. ഇതേ സമയം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ജീവന് ബോധം വന്നു. ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് ജീവൻ. ഡോക്ടർ അറ്റൻഡന്റുമാരോട് പറയുന്നു ഉറപ്പായിട്ടും അവൻ പോയിരിക്കും അവൻ്റെ വീട്ടിലേക്ക് തന്നെയായിരിക്കും. അവിടെ ചെന്നാൽ അവൻ ആരെങ്കിലും കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ജീവനാണെങ്കിൽ റോഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി ഓടുന്നു. ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സുജാതയെ ഡോക്ടർ വിളിക്കുന്നു. ജീവന്റെ അമ്മയല്ലേ, ഞാൻ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ജീവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് സുജാത. ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഞങ്ങൾ ഷോക്ക് കൊടുത്തതാണ്. അയാൾ അത് കഴിഞ്ഞ് മയങ്ങിക്കിടക്കുമ്പോൾ അയാൾ ഉണരില്ല എന്ന് കരുതി. പക്ഷേ അയാൾ ഇവിടെ എല്ലാവരെയും തല്ലിച്ചതച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയിരിക്കുന്നു. അയാൾ വരുന്നത് അങ്ങോട്ടായിരിക്കും. ഒരു കാരണവശാലും അയാൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാകരുത് പ്ലീസ് എന്ന് പറയുന്നു. ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് ടെൻഷനോടെ ഫോൺ വെച്ചിരിക്കുകയാണ് സുജാത. എന്താ മോളെ, എന്താ അമ്മേ, എന്ത് പറ്റിയെന്ന് ചോദിച്ച് നിത്യ അവിടേക്ക് വന്നു. കൂടെ ജ്യോതിയും. ചതിച്ചു മോളെ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സുജാത പറയുന്നു. അവൻ ഏത് നിമിഷവും ഇങ്ങോട്ട് വരും ശരവണ എന്ന് സുജാത പറയുന്നുണ്ട്. ഇതേസമയം ജീവൻ അവിടെ എത്തുകയും ചെയ്തു. അവൻ നമ്മളെ കാണാൻ പാടില്ല, ഇത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. അമ്മ എങ്കിലേ മുൻഭാഗത്തു കൂടി പോകണ്ട, അത് അപകടമായിരിക്കും. നമുക്ക് പിൻഭാഗത്തു കൂടി പോകാമെന്ന് ശരവണൻ പറഞ്ഞു. എന്നാൽ ഇതേസമയം വീടിന്റെ മുൻഭാഗത്ത് ജീവൻ എത്തിയിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി വലിച്ചൂരുകയാണ് ജീവൻ. ഒറ്റ ചവിട്ടിന് ജീവൻ വാതിൽ തുറന്നകത്തേക്ക് വന്നു. അകത്തേക്ക് വന്ന് നിത്യ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ അത് എല്ലാവരും കേൾക്കുന്നു. ശബ്ദമുണ്ടാക്കരുത്, അവൻ കാണുന്ന മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് സുജാത പറയുന്നുണ്ട് അവരോട്. ജീവന്റെ കയ്യിൽ ഒരു കമ്പി വടിയുമുണ്ട്. ജീവൻ വാതിലുകളൊക്കെ തുറക്കുന്നുണ്ട്. എല്ലാവരും പുറത്തിറങ്ങിയതിനു ശേഷം കതക് അടയ്ക്കുന്നു. ജീവൻ ഓരോ മുറിയിലും കയറി നോക്കുന്നു. തുടർന്ന് സുജാതയും ബാക്കിയുള്ള എല്ലാവരും തന്നെ ഒരു ഓട്ടോയിൽ കയറി ഒരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ്. കിട്ടുന്ന വണ്ടിയിൽ കയറി ഇരിക്കുക, എവിടേക്കാണെങ്കിലും കുഴപ്പമില്ലെന്ന് സുജാത. അമ്മ എനിക്ക് പേടിയാകുന്നു എന്ന് നിത്യ. പേടിക്കരുത്, ജീവിക്കാനുള്ള തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ധൈര്യം കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ കൂട്ടത്തോടെ ചത്തുപോകുമെന്ന് സുജാത പറയുന്നുണ്ട്. ഇതേസമയം ജീവൻ മുകളിലേക്ക് നോക്കിയിട്ട് ആരെയും കാണാത്തത് കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിത്യയുടെ ഒരു ഡ്രസ് ജീവന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അതിങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് വന്നിട്ട് കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി മറഞ്ഞാലും ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചിരിക്കുമെന്ന് അതിലേക്ക് നോക്കി ജീവൻ പറയുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് അലറുകയാണ് ജീവൻ. എന്നിട്ട് ജീവനും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കയ്യിലിരുന്ന കമ്പിപിടി മുറ്റത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് ജ്യോതി വിളിക്കുകയാണ് ജീവൻ. അമ്മ ഏട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ജ്യോതി പറയുന്നു. എടുത്താൽ അവൻ വീണ്ടും കരയും. കരച്ചിൽ കേട്ട് എൻ്റെ മനസ്സ് ചിലപ്പോൾ മാറിപ്പോയിരിക്കും. എടുക്കണ്ട എന്ന് സുജാത പറയുന്നുണ്ട്. ഒരു തവണ എടുക്കാത്തത് കൊണ്ട് വീണ്ടും ജീവൻ വിളിക്കുന്നു. അതേ പിന്നെയും വിളിക്കുന്നു. ഏട്ടൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്നൊക്കെ സുജാത പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.